ഹായ്, അസ്സലാമലൈക്കും ഗായ്സ്. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് എൻ്റെ ഇത്താത്തൻ്റെ വീടിൻ്റെ ഹോം ടൂറുമായിട്ടാണ്. അപ്പോൾ ഗായ്സ്, എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ ഇത്താത്തൻ്റെ അടിപൊളി വീട്. ഇത് ശരിക്കും വരുന്നത് പാരഡൈസ് വില്ല വേങ്ങേരിയിലാണ്. അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസ് നിന്ന് നമ്മൾ പോകുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ഇവിടെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാളിൻ്റെ കളറിൽ തന്നെ സോഫയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി വ്യൂവിന് വേണ്ടിയിട്ട് വലിയൊരു വിൻഡോ കൂടി ഇവിടെയുണ്ട്. ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ പോകുന്നത് ഒരു ബെഡ്റൂമിലേക്കാണ്. അടിപൊളി ബെഡ്റൂമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ഇവിടെ ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കളർ തീമിൽ തന്നെ ഒരു വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ലൈഡിങ് വാർഡ്രോബാണ് ഇവിടെ സെറ്റ് ചെയ്തത്. അതുകൊണ്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസസ് ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ ചെറിയൊരു ഡ്രസ്സിങ് ഏരിയയും കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് തൊട്ട് തന്നെ ഒരു ബാത്റൂമും കൂടിയുണ്ട് ഈ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡൈനിങ് ഏരിയയിലേക്കാണ്. നമ്മളെ ഡൈനിങ് ഏരിയ നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തത്. അടിപൊളി ടേബിളും അതിനോട് മാച്ചിങ് ആയിട്ടുള്ള ചെയറുമാണ് ഇവിടെ സെറ്റ് ചെയ്തത്. വലിയൊരു കേർട്ടനും സൈഡിലൊരു വിൻഡോയും കൂടിയുണ്ട്. ആ കേർട്ടൻ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ലൈറ്റ് ഫിറ്റ് ചെയ്തതും അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ലൊരു വാഷ് ബേസിനും ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകുന്നത് അടുത്ത റൂമിലേക്കാണ്. അടുത്ത റൂം സെറ്റ് ചെയ്തത് 2 ബെഡുകളായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മിക്കവാറും എല്ലാ വീട്ടിലും ഒറ്റ ബെഡ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് 2 ബെഡായിട്ട് സെറ്റ് ചെയ്ത സമയത്ത് എന്തോ ഒരു പ്രത്യേകത അവിടെ ഫീൽ ചെയ്തു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. ആ റൂമിൽ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് ഏരിയയും ഒരു വാഷ്റൂമും ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് കിച്ചണിലേക്കാണ്. ഇവിടെ സെറ്റ് ചെയ്തത് ഓപ്പൺ കിച്ചണാണ് കേട്ടോ. ഓപ്പൺ കിച്ചൺ സെറ്റ് ചെയ്തത് നല്ലൊരു കളർ കോമ്പിനേഷനാണ്. ഒരു പേസ്റ്റൽ ഗ്രീൻ ആൻഡ് വൈറ്റ് അതാണ് കോമ്പിനേഷൻ വരുന്നത്. പക്ഷെ നല്ലപോലെ അത് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയേഴ്സും നല്ല അടിപൊളിയായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഈ ഒരു ഓപ്പൺ കിച്ചണിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസസ് വരുന്നുണ്ട്. ഇവിടെ തന്നെ നമ്മൾ അവനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജും നമ്മൾ ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തത്. ഫ്രിഡ്ജ് ഒരു ഗ്രേ കളറിലുള്ള ഫ്രിഡ്ജാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് മെയിൻ കിച്ചണാണ് ഈ വരുന്നത്. മെയിൻ കിച്ചണും സെറ്റ് ചെയ്തത് ഒരു പേസ്റ്റൽ കളറിലുള്ള ഒരു കോമ്പിനേഷനാണ്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു കളറും ചെയ്തിട്ടുണ്ട് ഇവർ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് കാണാൻ തന്നെ. ഇവിടെ ഒരുപാട് സ്റ്റോറേജ് സ്പേസസും വരുന്നുണ്ട്. ഇവിടെ നിന്ന് നേരെ ചെറിയൊരു വർക്ക് ഏരിയയിലേക്കാണ്. ചെറിയൊരു സിങ്ക് മാത്രമേ അവിടെയുള്ളൂ. ഈ ചെറിയൊരു കിച്ചണിൽ നിന്ന് പുറത്തേക്കുള്ള എൻട്രൻസ് ആണ്. ഇവിടെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ചെറിയൊരു പുറത്തേക്കുള്ളൊരു ഭാഗമാണ് കാണുന്നത്. ഇനി നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം. ഇവിടുത്തെ ഹൈലൈറ്റ് വരുന്നത് ഈ ഒരു സ്റ്റെപ്പാണ്. അടിപൊളി വുഡനിൽ ചെയ്തൊരു സ്റ്റെപ്പാണ് കേട്ടോ ഈ കാണുന്നത്. ഈ സ്റ്റെപ്പിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു വോള് ചെയ്തതും നല്ല അടിപൊളിയായിട്ടാണ്. മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ചെറിയ 2 സോഫകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി പേസ്റ്റൽ കളറിലുള്ള 2 സോഫകളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി മുകളിൽ നിന്ന് ഒരു റൂമിലേക്കുള്ള എൻട്രൻസ് ആണ് ഇത്. ഒരു വലിയൊരു സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് റൂം സെറ്റ് ചെയ്തത്. അടിപൊളി വാർഡ്രോബും ഡ്രസ്സിങ് റൂമും പിന്നെ ഇരിക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഒരു വെറൈറ്റി ഡിസൈനാണിത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു വാഷ്റൂമും ഒരു ഡ്രസ്സിങ് ഏരിയയും കൂടിയാണ്. അടിപൊളിയായിട്ടുണ്ട് അത് സെറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു വലിയൊരു ബെഡ്റൂമാണിത്. ഇവിടെയും ബാക്കിയുള്ള റൂം പോലെ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് സ്പേഷ്യസ് ആയിട്ട് വാർഡ്രോബും ഡ്രസ്സിങ് ഏരിയയും വാഷ്റൂമും ഉണ്ട്. പിന്നെ ഈ റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിങ്ങനെ തുറന്നിട്ടിട്ട് ആ ചെറിയൊരു ബാൽക്കണിയിൽ പോകുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. പക്ഷേ ഈ ഒരു റൂമിന് മാത്രമേ ഒരു ബാൽക്കണി ഉള്ളൂ. അത് നല്ലൊരു ഹൈലൈറ്റ് ആണ് ഈ റൂമിൻ്റെ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഈ റൂമിലേക്ക് ഈ ഒരു ബാൽക്കണി കൂടി വന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ.
ആ ഒരു റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പുറത്തിരിക്കാനുള്ളൊരു സൗകര്യത്തിന് ഒരു ഊഞ്ഞാലെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നൊരു എൻട്രൻസ് വരുന്നുണ്ട്. ഒരു ജിം ഏരിയ ആണ്. ഒരുപാട് സ്പേസ് ഒന്നുമില്ല, ഒരു ചെറിയ സ്പേസിൽ അവിടെ ചെറിയൊരു വാഷ് മെഷീനും സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ചെറിയൊരു സ്റ്റെയർ വെച്ചിട്ടുണ്ട് ഓപ്പൺ ടെറസിലേക്ക്. ഗ്രില്ല് ചെയ്യാനും നമുക്ക് തുണി അലക്കിയിടാനും അങ്ങനെ എല്ലാ സൗകര്യത്തിനും വേണ്ടി ഒരു ഓപ്പൺ ടെറസും കൂടി ഇവിടെയുണ്ട്. നല്ല ഒരു അടിപൊളിയാണ് ഈ ഒരു ഏരിയ വരുന്നത്. ഇത് മുകളിലത്തെ ഒരു സിറ്റ് ഔട്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇത്താത്തൻ്റെ ഹോം ടൂർ വരുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.